Hello, welcome to the video. This is class 2, unit 1, block 1 of Indian writing in English. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്താണെന്നും അതിൻ്റെ തുടക്ക കാലഘട്ടം എങ്ങനെയാണ് ഇന്ത്യൻസ് അഥവാ പീപ്പിൾ ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് യൂസിങ് ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. എങ്ങനെയാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം സംഭവിക്കുന്നത്, അതിൻ്റെ രാഷ്ട്രീയപരമായ പശ്ചാത്തലം എന്തായിരുന്നു, ഈ വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, ഈ കണ്ടംപററി കാലഘട്ടത്തിലെ സമകാലികമായ ലോകത്തിൽ നിരവധി ഇന്ത്യക്കാരായ ഇന്ത്യൻ വംശജരായിട്ടുള്ളതും മറ്റു രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യൻ വംശജരായിട്ടുള്ളവരും അതുപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ളതും എഴുത്തുകാർ ബുക്കർ പ്രൈസ് പോലുള്ള വലിയ ഇന്റർനാഷണൽ ആയ ബഹുമതികളിലേക്ക് എത്തിച്ചേരുന്നു. അത്തരം എഴുത്തുകാരുടെ രചനകൾ ലോകമൊട്ടാകെ സ്വീകരിക്കപ്പെടുന്നു. ഈവൻ ഇന്ത്യക്കാരായ ഇന്ത്യൻ ഭാഷയിൽ എഴുതുന്നവരുടെ രചനകൾ പോലും ട്രാൻസ്ലേഷനിലൂടെ ലോകമൊട്ടാകെ എത്തിച്ചേരുകയും വലിയ പുരസ്കാരങ്ങൾ നേടുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ പുസ്തകങ്ങളെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയുന്നു. ഹിന്ദി എഴുത്തുകാരിയായിട്ടുള്ള ഗീതാഞ്ജലി ശ്രീയുടെ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. പുസ്തകത്തിൻ്റെ പേരാണ് ടൂം ഓഫ് സാൻഡ്. 2022 ഇന്റർനാഷണൽ ബുക്ക് നേടിയ പുസ്തകം, ഹിന്ദി പുസ്തകം, എന്നാൽ ഇംഗ്ലീഷ് തർജ്ജമയ്ക്കാണ് ഡെയ്സി റോക്ക്വെല്ലിൻ്റെ ട്രാൻസ്ലേഷനാണ് ബുക്ക് പ്രൈസ് ലഭിച്ചത്. അതുപോലെ തന്നെ ലോർഡ് മെക്കാലയുടെ മിനിറ്റ്സ് നമ്മൾ സംസാരിച്ചിരുന്നു. അതുപോലെ വുഡ്സ് ഡെസ്പാച്ചിനെ കുറിച്ചും സംസാരിച്ചു. രണ്ട് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണമെന്നതിനെക്കുറിച്ച് പറയുന്ന രണ്ട് ഡോക്യുമെന്റ്സ് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നേറ്റിവൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് എന്ന ടോപ്പിക്കാണ്. നേറ്റിവൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രാദേശികവൽക്കരണം, തദ്ദേശവൽക്കരണം എന്നൊക്കെ പറയാം. പ്രാദേശികമായി ഇംഗ്ലീഷിനെ ഈ നാട്ടിലെ ഭാഷയാക്കി മാറ്റുന്നതിനുള്ള ഒരു കോൺഷ്യസ് ആയ ശ്രമം ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം രൂപം കൊള്ളുകയാണ്. ഇന്ത്യസ് എൻകൗണ്ടർ വിത്ത് ബ്രിട്ടീഷ് കൊളോണിയലിസം ലെഡ് ടു ദി നാറ്റിവൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയുടെ തദ്ദേശീയവൽക്കരണത്തിന് കാരണമായത്, ഇംഗ്ലീഷ് ഭാഷ തദ്ദേശ ഭാഷ പോലെ ഉപയോഗിക്കാൻ കാരണമായത് ഇന്ത്യക്കാർ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനോട് അടുത്തതാണ്, അല്ലെങ്കിൽ അതുമായുള്ള ബന്ധമാണ്, കൊളോണിയലിസത്തിനോടുണ്ടാക്കിയ ബന്ധമാണ്. അതായത് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള കൊളോണിയൽ ബന്ധമാണ് ഇംഗ്ലീഷ് ഇന്ത്യയിൽ ഇത്രയധികം പ്രചാരം നേടാൻ കാരണം എന്ന് പറയാം. അതിലെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതാണ്: ദിസ് ലെഡ് ടു ദി എക്സ്പ്രഷൻ ഓഫ് ഇന്ത്യൻ സെൻസിബിലിറ്റീസ് ഇൻ ഇംഗ്ലീഷ്. ഇന്ത്യക്കാരുടെ ചിന്തകൾ, വിചാരങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു, ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെടുവാൻ ആരംഭിക്കുന്നു. For some English people, as a result of the evangelical movement in England, evangelicalism എന്നത് ഇംഗ്ലണ്ടിൽ നടന്ന ഒരു മതപരവും അല്പം രാഷ്ട്രീയവുമൊക്കെ ഒരു പ്രസ്ഥാനമായിരുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രകടമായ അജണ്ട എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസങ്ങളുടെ പ്രചരണമായിരുന്നു. അപ്പോൾ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് അവരുടെ ഈ പ്രഖ്യാപിത അജണ്ടയുടെ ഭാഗമായി ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു. അവരുടെ അജണ്ട എന്ന് പറയുന്നത് they believed that especially in India, being a land of uncivilized people, it was their duty to bring them into Christ's ways. ക്രിസ്തുവിൻ്റെ മാർഗങ്ങളിലേക്ക് ഇന്ത്യക്കാരായ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ള അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമേ അവർ ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യമാണ് ഇവിടെ ഈ ടെക്സ്റ്റിൽ സൂചിപ്പിക്കുന്നത്, നിങ്ങളുടെ മെറ്റീരിയൽ സൂചിപ്പിക്കുന്നത്. എങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു രീതിയിലുള്ള ചരിത്രാഖ്യാനം എന്ന് പറയുന്നത് വളരെ ബയാസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റീരിയോട്ടിപ്പിക്കലായ ഒരു ആഖ്യാനമാണ്. ഇതിന് ഒരു പ്രധാനമായും ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഇത്തരം ഒരു വാദഗതിയേക്കാൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ വാദഗതിയിലുള്ള മുൻധാരണകളാണ്. ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻസ്, ബ്രിട്ടീഷ് ചിന്തകന്മാർ എല്ലാ കാലത്തും പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന, പ്രത്യേകിച്ച് കൊളോണിയൽ കാലഘട്ടത്തിൽ അവർ വിശ്വസിച്ചിരുന്ന ഒരു ചിന്താഗതിയായിരുന്നു വൈറ്റ് മാൻസ് ബേർഡൻ എന്ന്. റഡ്യാർഡ് കിപ്ലിംഗ് ഉദ്ധരിച്ച ഒരു പ്രധാനപ്പെട്ട ആശയം, വൈറ്റ് മാൻസ് ബേർഡൻ, വെള്ളക്കാരൻ്റെ ഭാരം. അവൻ്റെ ഭാരം, അതായത് ഒരു വെള്ളക്കാരൻ
അവൻ്റെ ജീവിതത്തിൽ ചുമക്കേണ്ട ഭാരം. അത് എന്താണെന്ന് വെച്ചാൽ സിവിലൈസ്ഡ് അല്ലാത്ത, പരിഷ്കാരമില്ലാത്ത നാടുകളിൽ ചെന്ന് ആ നാട്ടുകാരെ പരിഷ്കാരികളാക്കി മാറ്റുക. സംസ്കാരത്തിൻ്റെ വെളിച്ചം സംസ്കാരമില്ലാതെ ജീവിക്കുന്ന ജനങ്ങളിലേക്ക് എത്തിക്കുക. കാരണം അക്കാലത്ത് ആ കാഴ്ചപ്പാട്, ബ്രിട്ടീഷ് കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള ഈസ്റ്റേൺ രാജ്യങ്ങളിൽ പരിഷ്കാരം എത്തിയിട്ടില്ല എന്നതായിരുന്നു. സാംസ്കാരികമായ ഔന്നത്യമില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ സാംസ്കാരികമായ ഔന്നത്യം, സംസ്കാരം അവിടങ്ങളിൽ നൽകുക, അവിടെ സംസ്കാരത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുക, ഇതായിരുന്നു ബ്രിട്ടീഷ് അജണ്ട എന്ന് പറയുന്നത്. അത് ക്രിസ്തു മതത്തിൻ്റെ ഒരു പ്രത്യേക രീതി മാത്രമാണ് എന്നവർ കരുതിയിരുന്നില്ല. പൊതുവിൽ ബ്രിട്ടീഷ് കൾച്ചർ അല്ലെങ്കിൽ യൂറോപ്യൻ കൾച്ചറിൻ്റെ ഔന്നത്യത്തിലേക്ക് ഇന്ത്യൻ കൾച്ചറിനെയും, പൊതുവിൽ ഈ ഈസ്റ്റേൺ രാജ്യങ്ങളിലുള്ള, കിഴക്കൻ രാജ്യങ്ങളിലുള്ള സംസ്കാരമില്ലാത്ത ജനങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഔന്നത്യം എത്തിക്കുക എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അത്. അതിനെ ഈ പറയുന്ന ക്രിസ്തുമതത്തിൻ്റെ വഴികളിലേക്ക് എത്തിക്കുക എന്ന ഒരു പ്രഖ്യാപിത അജണ്ട ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ട ഒന്നാണ്. ഇത്തരത്തിലുള്ള ഒരു ചരിത്ര വ്യാഖ്യാനം തീർച്ചയായും ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ സഹായിക്കും. അതുകൊണ്ട് പ്രത്യേകം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ വായിക്കുന്ന സമയത്ത്. ഇവാഞ്ചലിക്കലിസം എന്ന മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം തീർച്ചയായും ക്രിസ്തു മത ആശയങ്ങളെ പ്രചരിപ്പിക്കുക. ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായിരുന്നു അവർ, കാത്തലിക് ചർച്ചിൻ്റെ ഭാഗമായിരുന്നില്ല. ഇവാഞ്ചലിക്കലിസം എന്ന് പറയുന്നത് ഒരു പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻ്റ് ആയിരുന്നു. പ്രൊട്ടസ്റ്റന്റിസത്തെ കുറിച്ച് നിങ്ങൾ മറ്റു ചരിത്ര പേപ്പറുകൾ പഠിച്ചിട്ടുണ്ടാകും. ഹിസ്റ്ററി ഓഫ് ബ്രിട്ടനിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ. അതായത് 1500കളിൽ കാത്തലിക് ചർച്ച് രണ്ടായി വിഭജിക്കുകയും റോമൻ കാത്തലിക് ചർച്ച് രണ്ടായി വിഭജിക്കുകയും അതിലൊരു വിഭാഗം പ്രൊട്ടസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രതിഷേധിച്ച് ഒരു വ്യത്യസ്ത പാത സ്വീകരിക്കുകയും ചെയ്യുന്നു. അതാണ് പ്രൊട്ടസ്റ്റന്റിസം. അതിൽ പെടുന്നൊരു മൂവ്മെൻ്റാണ് ഈ പറയുന്ന ഇവാഞ്ചലിക്കലിസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവാഞ്ചലിക്കലിസം അല്ല ശരിക്ക് ഈ വൈറ്റ് മാൻ ബർഡൻ എന്ന ആശയം കൊണ്ടുവരുന്നത്. അത് പൊതുവിലുള്ള ഒരു ബ്രിട്ടീഷ് സെൻസിബിലിറ്റി അങ്ങനെയായിരുന്നു എന്ന് പറയാം. ഇതാണ് ബ്രിട്ടനിലെ ജനങ്ങളെ പൊതുവിൽ കൊളോണിയലിസത്തിനെ സപ്പോർട്ട് ചെയ്യാനും ടാക്സ് പേയേഴ്സ് മണി ഇത്തരം എൻഡേവേഴ്സിന് വേണ്ടി, ഇത്തരം സംരംഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉപയോഗിച്ച ഒരു രാഷ്ട്രീയ അജണ്ട അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചാരണ രീതിയായിരുന്നു ഈ പറയുന്ന വൈറ്റ് മാൻസ് ബർഡൻ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഈ ഒരു ആശയം എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ നാട്ടിലെ ടാക്സ് പേയേഴ്സിനെ, ആ നാട്ടിലെ ജനങ്ങളെ തങ്ങളുടെ ഇത്തരം കൊളോണിയൽ സംരംഭങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഒരു ആപ്തവാക്യമായിരുന്നു എന്ന് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത സെന്റൻസിലേക്ക് പോകാം. ദി ഇംപീരിയലിസ്റ്റ് ഓൾസോ സപ്പോർട്ടഡ് ദി എഡ്യൂക്കേഷൻ ഓഫ് ദ മാസസ് ആസ് ദേ ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് വുഡ് ഹെൽപ്പ് the Indians assimilate Western culture, which would help in maintaining the stability of the empire. സാമ്രാജ്യത്തിൻ്റെ, എംപയർ എന്ന് പറയുന്നത് ഇവിടെ ബ്രിട്ടീഷ് എംപയറാണ്. ബ്രിട്ടീഷ് എംപയറിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഇന്ത്യക്കാരെ വെസ്റ്റേണൈസ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു, വെസ്റ്റേൺ മാർഗങ്ങൾ പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ രീതിയിലേക്ക് വരികയും വലിയ ബുദ്ധിമുട്ടില്ലാതെ അവരെ ഗവേൺ ചെയ്യുകയും ചെയ്യാമല്ലോ. ഇത് വളരെ കറക്റ്റായ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇത് തീർച്ചയായും ബ്രിട്ടീഷ് വിദ്യാഭ്യാസ വിചക്ഷണരുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു. ബ്രിട്ടീഷ് എഡ്യൂക്കേഷണലിസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദിസ് ഐഡിയ particularly. They were concerned more about the stability of the empire rather than any other agenda. അപ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റിനേക്കാൾ നല്ല പോയിന്റ് ഇതാണ്. നിങ്ങൾ ഇത് പരീക്ഷ കൂടുതലായി എഴുതണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇവാഞ്ചലിക്കലിസ്റ്റിനെ ഈ ഇന്ത്യയിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ സ്പ്രെഡിനോട് കണക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ചരിത്രപരമായ ബയാസസ് ഉൾപ്പെടുന്നത് കൊണ്ട് ആ പോയിന്റ് ഉൾപ്പെടുത്താതെ നിങ്ങൾ ഈ പോയിന്റ് ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദി ഇംപീരിയലിസ്റ്റ്, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, ഓൾസോ സപ്പോർട്ടഡ് ദി എഡ്യൂക്കേഷൻ ഓഫ് ദ മാസസ് ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് ഇറ്റ് വുഡ് ഹെൽപ്പ് ദി ഇന്ത്യൻസ്. അത് ഇന്ത്യൻസിനെ സഹായിക്കും. അസിമിലേറ്റ് എന്ന് വെച്ചാൽ സ്വീകരിക്കുക, വെസ്റ്റേൺ കൾച്ചർ, വിച്ച് വുഡ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദി എംപയർ. അത് ഈ എംപയറിൻ്റെ, ഈ സാമ്രാജ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ, ബാലൻസിനെ കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സമാധാനത്തോടെയുള്ള ഭരണം അവർക്ക് കാഴ്ചവെക്കാം, അവരുടെ രീതികൾ ജനങ്ങൾക്ക് മനസ്സിലാകും.
ഇതൊക്കെയായിരുന്നു വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലുള്ള അവരുടെ ഒരു സ്ഥാപിത താല്പര്യം. There was a growing interest in English education. ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു ഇൻട്രസ്റ്റ് അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഇന്ത്യൻ ഇന്റലിജൻഷ്യ വാണ്ടഡ് ടു ബി ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ്. ഇന്ത്യയിലുള്ള ബുദ്ധിജീവികൾ, ഇന്ത്യക്കാരായിട്ടുള്ളവർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നേടാൻ ആഗ്രഹിച്ചിരുന്നു. ആസ് ദേ ഫൗണ്ട് ഇറ്റ് ലിബറൽ. കാരണം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ലിബറൽ ആണ്, അത് സ്വതന്ത്ര ചിന്ത പ്രോത്സാഹിപ്പിക്കുന്നു എന്നവർ തിരിച്ചറിഞ്ഞു. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഈ മോഡേൺ സയൻസ് എഡ്യൂക്കേഷൻ വരുന്നത്. ആ രീതിയിലും കൂടി അവരതിനെ കണ്ടു എന്ന് പറയാം. There were also conservatives who were against English education. അക്കാലത്ത് ഇന്ത്യയിൽ ചില മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്നവരും ഉണ്ടായിരുന്നു, പാരമ്പര്യവാദികളും ഉണ്ടായിരുന്നു. അവർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ എതിർക്കുകയും ചെയ്തു. ബിക്കോസ് ദേ ഫിയർഡ് ദ ലിബറൽ തോട്ട്സ് ആൻഡ് ഫോറിൻ ഐഡിയാസ് ദാറ്റ് കെയിം വിത്ത് ഇറ്റ്. കാരണം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരുന്ന സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ, പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, മറ്റു രാജ്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, ഇത്തരം കാര്യങ്ങളെ അവർ ഭയന്നിരുന്നു, പുതിയ ചിന്തകളെ ഭയന്നിരുന്നു ഈ യാഥാസ്ഥിതികൾ അല്ലെങ്കിൽ ഈ പാരമ്പര്യവാദികൾ. അടുത്ത പോയിന്റ്, Macaulay's minutes also emphasized the education of the masses in English. Eventually, Indians with English education were taken in to serve the British government, which made their rule smooth here. മെക്കോളേയുടെ മിനിറ്റ്സും ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടു. ആ വീഡിയോ കാണാത്തവർ നിർബന്ധമായും കാണുക, ഫസ്റ്റ് ക്ലാസ് 1. അതുപോലെ തന്നെ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ അവസരങ്ങൾ, ഗവൺമെൻറ് ജോലി ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയവർക്കായി ലഭ്യമാവാൻ തുടങ്ങി. അതുവഴി ബ്രിട്ടീഷ് ഗവൺമെൻറ് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായിട്ടും അതൊരു അട്രാക്റ്റീവായ ഒരു ഓപ്ഷനുമാണ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചും, ഗവൺമെൻറ് ജോലി എന്നുള്ള അട്രാക്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് വലിയ ഒരു ട്രെൻഡ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം നമുക്ക്. രാജ റാം മോഹൻ റോയ് ആൻഡ് ഇന്ത്യൻ റെനസാൻസ്. രാജാറാം മോഹൻ റോയും ഇന്ത്യൻ നവോത്ഥാനവും. രാജ റാം മോഹൻ റോയ്, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? രാജ റാം മോഹൻ റോയ് was a pioneer in political, social, religious and educational reforms who vehemently supported English education. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മുൻപന്തിയിലുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. In 1823 he wrote a letter addressing the Governor General arguing for English education and raising his concerns about the start of a Sanskrit school. ഒരു സാൻസ്ക്രിറ്റ് സ്കൂൾ തുടങ്ങുന്നതിനെ കുറിച്ച് അദ്ദേഹം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ എത്രത്തോളം ആവശ്യമാണെന്നതിനെ കുറിച്ചൊക്കെ 1823 തന്നെ ഗവർണർ ജനറൽക്ക് കത്തെഴുതി അദ്ദേഹം. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവിടെ കൊണ്ടുവരണം, സയൻസ് എഡ്യൂക്കേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ദി അസോസിയേഷൻ ടു പ്രൊമോട്ട് European learning and science was founded by him in 1816 along with Edward Hyde East, who was the Chief Justice of the Supreme Court of Bengal, and David Hume, who was an educationist. അപ്പോൾ ഡേവിഡ് ഹ്യൂം അതുപോലെ തന്നെ എഡ്വേർഡ് ഹൈഡ് ഈസ്റ്റ് എന്നിവരുമായി ചേർന്നുകൊണ്ട് ഒരു അസോസിയേഷൻ ഉണ്ടാക്കി ടു പ്രൊമോട്ട് യൂറോപ്യൻ ലേണിംഗ്, യൂറോപ്യൻ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. ആര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യക്കാരനാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ട്രഡീഷൻ്റെ ഭാഗമായി വരുന്ന ചില അനാചാരങ്ങളായിരുന്നു. അതിനെ ഓവർകം ചെയ്യാൻ രാജാറാം മോഹൻ റോയ് കണ്ട ഒരേ ഒരു വഴി സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ കൊടുക്കുക, സയൻസ്, ലോജിക്, റീസണിങ് പഠിപ്പിക്കുക. അത് ഇംഗ്ലീഷിലൂടെ മാത്രമേ അക്കാലത്ത് സാധിക്കുമായിരുന്നുള്ളൂ. അന്ന് പ്രാദേശിക ഭാഷകളിൽ സയൻസ് ഇല്ല, സയൻറ്റിഫിക് ഡോക്യുമെൻറ്റ്സ്, സയൻറ്റിഫിക് ടെക്സ്റ്റ് എല്ലാം ഇംഗ്ലീഷിലേ ഉള്ളൂ. സോ ഇംഗ്ലീഷ് പഠിക്കുക, സയൻസ് പഠിക്കുക എന്നുള്ള, മോഡേൺ സയൻസ് പഠിക്കുക എന്നുള്ള അക്കാലത്ത് നോട്ട് പോസിബിൾ. അന്ന് സയൻസ് ഉണ്ടായിരുന്നു ഇന്ത്യയിലും, സയൻസ് എന്ന പേരിൽ ഇന്ത്യയിൽ ഒരു എഡ്യൂക്കേഷൻ അന്ന് ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ് വാസ് മോസ്റ്റ്ലി റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്. പക്ഷെ അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് അനാചാരങ്ങളും അക്കാലത്ത് കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ആചാരങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സതി പോലുള്ള ആചാരങ്ങൾ അക്കാലത്ത് നിലനിന്നിരുന്നു. അതായത് ഭർത്താവ് മരിക്കും, ഭാര്യ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുക എന്നൊക്കെയുള്ള ആചാരങ്ങൾ. അപ്പം അങ്ങനെയുള്ള ആചാരങ്ങളെ ഓവർകം ചെയ്യുന്ന എങ്ങനെ? അപ്പോൾ റാംമോഹൻ റോയ്ക്കുള്ള സൊല്യൂഷനാണ് സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ, മോഡേൺ സയൻസ് പഠിപ്പിക്കുക, ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആയിരിക്കുമല്ലോ എഡ്യൂക്കേഷൻ. പിന്നെ മറ്റൊരു പ്രശ്നം, സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ഒരു
ബ്രാഹ്മിനിക്കൽ ലാംഗ്വേജ് ആണ്. അതിൻ്റെ അകത്ത് തന്നെ ഒരു ഹയറാർക്കി ഉണ്ട്. Therefore, it was difficult for people from lower caste in India to study Sanskrit language. And that was another problem. സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് ഉന്നത ജാതിയിൽപ്പെട്ടവർക്കേ പറ്റൂ. ലോവർ കാസ്റ്റിലുള്ളവർക്ക് ഇത് പഠിക്കാൻ പറ്റില്ല. സോ സയൻസ് ഇപ്പോൾ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ ഉണ്ടെങ്കിൽ തന്നെ a person from a lower caste would face severe issues in learning that kind of science. അത് ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നടന്നൊരു പ്രശ്നമാണ്. കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ബൈഫർക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിവിഷൻ അത് ഇന്ത്യയിലുണ്ടായി ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ലോവർ കാസ്റ്റ് വലിയ തോതിൽ പിന്തള്ളപ്പെടുന്നു. അവർക്ക് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസോ ഇല്ല. എഡ്യൂക്കേഷൻ പോലും അവൈലബിൾ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിലും കൂടി അവിടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ കണ്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. He also founded the Hindu College, Calcutta in January 1817, a school for the English education. ഹിന്ദു കോളേജ്, കാൽക്കട്ട ഹിന്ദു കോളേജ് 1817 അണ്ടർലൈൻ ചെയ്യുക, റാംമോഹൻ റോയ് ആണ് സ്ഥാപിക്കുന്നത്. അപ്പോൾ അതെന്തിനാണ്? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഓഫ് ദ ബോയ്സ്, ബോയ്സിൻ്റെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ്. ആൻഡ് ആംഗ്ലോ ഹിന്ദു സ്കൂൾ 1822 ആംഗ്ലോ ഹിന്ദു സ്കൂളും അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. Rammohan Roy was a writer also. His essay, A Defense of Hindu Theism, ഹിന്ദു ഫിലോസഫിയുടെ ഡിഫെൻസ്, പ്രതിരോധം, ഹിന്ദു ഫിലോസഫിയെ പ്രതിരോധിക്കൽ എന്ന തരത്തിലുള്ള അർത്ഥം വരുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് 1817. ഇസ് കൺസിഡേർഡ് ദ ഫസ്റ്റ് പബ്ലിക്കേഷൻ ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ആദ്യത്തെ പ്രസിദ്ധീകരണമായി ഇതിനെ പരിഗണിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ ഡിസ്ക്രൈബ്ഡ് ഹിം ആസ് ദ വൺ ഹു ഇനോഗ്രേറ്റഡ് ദ മോഡേൺ ഏജ് ഇൻ ഇന്ത്യ. ആധുനിക കാലം ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്തത് റാംമോഹൻ റോയ് ആണെന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നുണ്ട്. അദ്ദേഹത്തെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, ആധുനികതയുടെ ഒരു വക്താവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഹി ഈസ് കൺസിഡർഡ് വൺ ഓഫ് ദ പയനിയേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റെനസാൻസ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ മുൻപന്തിയിലുള്ള വ്യക്തിയായി കാണുന്നു അദ്ദേഹത്തെ. ഹി വാസ് വെൽ വേഴ്സ്ഡ് ഇൻ ഇസ്ലാമിക് തിയോളജി ആൻഡ് ഹിന്ദു തിയോളജി. ഇസ്ലാം മത വിശ്വാസവും ഹിന്ദു വിശ്വാസത്തെയും ഒക്കെ ശാസ്ത്രം അദ്ദേഹം പഠിച്ചിരുന്നു. ഹി വാസ് ദി എഡിറ്റർ ഓഫ് ബ്രാഹ്മിനിക്കൽ മാഗസീൻ. അതുപോലെ തന്നെ അതൊരു ഇംഗ്ലീഷ് മാഗസിനാണ്. അതുപോലെ ബംഗാളിയിലും പേർഷ്യനിലും 2 മാഗസിൻ അദ്ദേഹം നടത്തിയിരുന്നു. അതിൻ്റെ പേരുകൾ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. സംദ്, കൗമുദി, അതുപോലെ തന്നെ മിറാട്ട് ഉൽ അക്ബർ എന്നിവയാണ് ആ 2 മാഗസിൻസ്. അതുപോലെ തന്നെ അദ്ദേഹം ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി, പേർഷ്യൻ, സാൻസ്ക്രിറ്റ് നിരവധി ഭാഷകൾ പരിചയമുള്ള അറിയുന്ന വ്യക്തിയായിരുന്നു. ബ്രഹ്മ സമാജ് 1828 അദ്ദേഹം സ്ഥാപിക്കുന്ന ഹിന്ദു മതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് അദ്ദേഹം അത് സ്ഥാപിക്കുന്നത്. പൊതുവിൽ ഹിന്ദു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. സതി പോലുള്ള അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. ഇനി ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരനെ, സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ നമ്മൾ പരിചയപ്പെടുകയാണ്. നെഹ്റു ആണത്. നെഹ്റുവിയൻ സോഷ്യലിസമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ റാംമോഹൻ റോയ് എന്തിനാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം നമ്പർ 1 അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ അദ്ദേഹം ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് എന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ടത് അദ്ദേഹം ഒരു റൈറ്റർ ആയിരുന്നു എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട. മൂന്നാമത്താണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ റെനസാൻസിലുള്ള സംഭാവന, അതുപോലെ തന്നെ നിരവധി അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യം. ഇനി അടുത്തതാണ് നെഹ്റുവിയൻ സോഷ്യലിസം, നെഹ്റുവിൻ്റെ ബ്രാൻഡ് ഓഫ് സോഷ്യലിസം. Jawaharlal Nehru returned after his Cambridge education in 1912. Jawaharlal Nehru, prominent personality in Indian history എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, he was not just a politician, he was also a very good writer. അപ്പോൾ അദ്ദേഹം 1912 എഡ്യൂക്കേഷൻ, കേംബ്രിഡ്ജിലാണ് എഡ്യൂക്കേഷൻ, അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുന്നത്. His meeting with Gandhi in 1916 drew him to the nationalist movement. 1916 നാഷണലിസ്റ്റിലേക്ക് അദ്ദേഹം എടുത്തു ചാടുന്നത്, ദേശീയ പ്രസ്ഥാനത്തിലേക്ക്. ഗാന്ധിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് അതിൻ്റെ ഇൻസ്പിറേഷനായിട്ട് പ്രവർത്തിക്കുന്നത്. He worked along with the great leaders of the time for the freedom of India and was jailed 7 times. He was elected twice President of Congress, and post-independence he became the first Prime Minister of Free India. His European tours, British education, and extensive reading made him a prolific writer and orator. നല്ല വായന, പരന്ന വായന, യാത്രകൾ, നിരന്തരമുള്ള യൂറോപ്യൻ യാത്രകൾ, ലോകം മുട്ടാകെയുള്ള യാത്രകൾ, അനുഭവങ്ങൾ,
ഒരു മികച്ച എഴുത്തുകാരനും പ്രാസംഗികനുമാക്കി അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ ഫസ്റ്റ് പ്രസംഗം സ്പീച്ച് വളരെയധികം ഫേമസ് ആണ്. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് തുടങ്ങുന്ന ആ സ്പീച്ച്, ഇൻഡിപെൻഡൻസിൻ്റെ ആ മിഡ് നൈറ്റിൽ അദ്ദേഹം നടത്തുന്ന സ്പീച്ച്. Nehru's thoughts were influenced by his liberal British education, rationalism, Gandhian ideas, Marxism, socialism, science, and English literature. നെഹ്റുവിൻ്റെ ചിന്തകളെ സ്വാധീനിച്ച ഘടകങ്ങളാണ് ഈ പറഞ്ഞത് മൊത്തം. അണ്ടർലൈൻ ചെയ്തു വെക്കുക. അതിൽ ഹി എൻവിഷൻഡ് എ സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് ഇന്ത്യ. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ്, സെക്യുലർ, മതനിരപേക്ഷമായ, ഡെമോക്രാറ്റിക്, ഒരു ജനാധിപത്യ ഇന്ത്യയാണ് സ്വപ്നം കണ്ടത്. ഡിവോയ്ഡ് ഓഫ് കറപ്ഷൻ, അഴിമതിയില്ലാത്ത, ആൻഡ് ബിഗട്രി, ജാതി മത ഭ്രാന്തില്ലാത്ത ഒരു ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. ആഫ്റ്റർ ബിക്കമിംഗ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രീ ഇന്ത്യ, ഹി പ്രൊമോട്ടഡ് സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രീയ ചിന്തയെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ധാരാളമായിട്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഡെവലപ്മെൻറ്റ്, വികാസത്തിന് പൊതുവെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഹി ആഡ്വക്കേറ്റഡ് എ മിക്സഡ് ഇക്കോണമി ഫോർ ഇന്ത്യാസ് ഗ്രോത്ത്. ഒരു മിക്സഡ് ഇക്കോണമിയാണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി. ഹി വാസ് ഓൾസോ എ സ്റ്റേറ്റ്സ്മാൻ ഹൂ അണ്ടർസ്റ്റുഡ് international politics and power games. He stood for the peaceful coexistence of countries and followed the idea of non-alignment. Underline. He wrote and published prolifically. He died in 1964. 64 മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷനാണ് ഇൻ്റർനാഷണലി പറയുകയാണെങ്കിൽ നോൺ അലൈൻമെൻറ്റ്, ചേരിചേരാ നയം. അദ്ദേഹം ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു. ലോകത്തിൻ്റെ പവർ ഗെയിംസ്, എങ്ങനെയാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്വതന്ത്ര ഇന്ത്യയെ വാർത്തെടുക്കാൻ പ്രമുഖ പങ്ക് വഹിച്ചൊരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് എല്ലാ കാലവും നിലനിൽക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിലുള്ള അറിവ്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള അറിവ്, അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ചേരിചേരാ നയം പോലുള്ള ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഈ അടുത്ത കാലം വരെ ഇന്ത്യയുടെ ശക്തമായ മുഖമുദ്രയായി തുടർന്നിരുന്ന ഈ നയങ്ങളുടെയൊക്കെ തുടക്കം. അപ്പം നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലൊരു എഴുത്തുകാരനും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്സ്മാനുമായിരുന്നു നെഹ്റു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ ബ്രിട്ടീഷ് എഡ്യൂക്കേഷനാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത ടോപ്പിക്കാണ് പാർട്ടീഷൻ ലിറ്ററേച്ചർ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പരിചയപ്പെടാം. പാർട്ടീഷൻ ലിറ്ററേച്ചർ, എമർജൻസി, അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും വരെയുള്ള കാര്യങ്ങൾ, സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ റൈറ്റിങ്സ് ഇൻ ഇംഗ്ലീഷിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 2 ഘട്ടങ്ങളായിട്ട് നമുക്ക് പൊതുവിൽ ഇതിൻ്റെ ചരിത്രത്തെ തിരിക്കാം. ഒന്ന് ബിഫോർ ഇൻഡിപെൻഡൻസ്, 2 ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് ബിഫോർ ഇൻഡിപെൻഡൻസ് കൂടുതലായും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രചനകളാണെങ്കിൽ മെജോറിറ്റി എന്ന് പറയാം. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് മറ്റ് ഇന്ത്യൻ റിയാലിറ്റീസിനെ, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ ചിത്രീകരിക്കുന്നതിന് ഫോക്കസ് കൊടുത്തു. ഈ ബിഫോർ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളായിരുന്നു ഫോക്കസ്. എന്നാൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സാമൂഹിക പരിഷ്കരണവും ഇന്ത്യൻ സ്വാതന്ത്ര്യവും ഒന്നുമായിരുന്നില്ല. ഇന്ത്യയിലെ ആഫ്റ്റർ ഫ്രീഡം, ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാൻ ആണ് എഴുത്തുകാർ ശ്രമിച്ചത്. ഇപ്പോൾ ഇതാണ് പൊതുവിലുള്ള ജനറൽ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ മറ്റു ചില ഡിവിഷൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പോയട്രിയിലും നോവലിലേക്കും കടക്കുമ്പോൾ ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ ചോദിക്കുക. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പരീക്ഷയോടനുബന്ധിച്ച് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ എത്തിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക്, വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വായന താല്പര്യമില്ലാത്തത് കൊണ്ടോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടോ വായിക്കാൻ സാധിക്കാത്തവർക്ക് പ്രത്യേകമായി ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അത്തരക്കാർക്കാണ് പ്രത്യേകം ഈ ക്ലാസ്സുകൾ ഉദ്ദേശിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Have a great time. Bye-bye.